അപ്പോൾ ഞാൻ UDF കൺവീനറോട് ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. ഇപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാരണം മെയിൻ ജാഥ കഴിഞ്ഞല്ലോ, ഇന്ന് UDF നേതാക്കളുടെ മാർച്ചല്ലേ, ഇനി എത്തിയില്ലെങ്കിലും നേരത്തെ പറഞ്ഞായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചു. കൺവീനർ അത് പത്രക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാലത്ത് മുതൽ എല്ലാ ചാനലുകളിലും ക്യാപ്റ്റൻ മുങ്ങി. പക്ഷേ ഒരു ഗുണമുണ്ടായി. എൻ്റെ യാത്ര കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ TV യിലും കാണിച്ചു. അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ പ്രായശ്ചിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു. ഏതായാലും അല്പം വൈകിയ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം അടിയോരയിട്ട് പറയുന്നത്, വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി എന്നും വിശ്വാസികളോടൊപ്പം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ മുന്നണിയിലൊക്കെ നമ്മളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളിലപ്പോൾ അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതൊന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ UDFൻ്റെ വിജയത്തിന് 1% പോലും ബാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയും. ഇന്നത്തെ ഈ പദയാത്രയോടുകൂടി ആദ്യഘട്ടം അവസാനിക്കുക. എന്നാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കില്ല. 2 കാര്യം കൂടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പാർട്ടി മുന്നണി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാനലിൽ നമ്മുടെ മന്ത്രി വാസവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് UDF പിന്നെയും സമരം ചെയ്യുന്നത്? ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷേ ഇവരൊക്കെ പിണറായിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് മാത്രമല്ല, സത്യസന്ധമായി റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള പെർമിഷൻ പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും ഒപ്പിട്ട് കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ പോകാൻ കഴിഞ്ഞില്ല. IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ അശോക്, അദ്ദേഹം കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു, കേര കൃഷിയുടെ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് നൽകിയ തുക വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാനും MDയുമാക്കി. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP തല്ലിയതിന് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള ബൈജു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളൊരിക്കലും ലാത്തി ചാർജ് ഉദ്ദേശിച്ചില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചേർന്ന CPM യോഗത്തിൽ ശ്രീ EP ജയരാജനും TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇനി ബൈജുവിനെ പറയാൻ ഡിക്ഷണറിയിലൊന്നും ബാക്കി വച്ചിട്ടില്ല. ഇവിടെയും ഞങ്ങൾ ഭയപ്പെടുന്നത്, ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്കല്ല നേരിട്ട് കൊടുക്കുന്നത്, പക്ഷേ ഹൈക്കോടതിക്കാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? തനിക്ക് ഹിതകരമല്ലാത്ത റിപ്പോർട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകുന്നതെങ്കിൽ മറ്റൊരു കേസിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പിണറായി ശിക്ഷിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം. പക്ഷേ CBIയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനയച്ച ED നോട്ടീസ് ആവിയായി പോയല്ലോ. CBIക്കാർ വലിയ മോശമൊന്നുമല്ല, കാരണം രണ്ടും തമ്മിൽ രഹസ്യ ബന്ധമാണ്, കേന്ദ്രവും കേരളവുമായിട്ട്. ഞങ്ങൾ പറയുന്നത്, കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം CBI അന്വേഷണം നടത്താൻ. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല. ഇതിപ്പോൾ 1-ാം ഘട്ടമാണ് ഇവിടെ സമാപിച്ചതെങ്കിൽ വളരെ താമസിയാതെ തന്നെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും കമ്മിറ്റികൾ ചേർന്ന് അടുത്ത സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ഒരു കാര്യം വ്യക്തമാണ്, ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ.
നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികർ ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, മന്ത്രി വാസവൻ രാജിവെക്കണം, നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. മുൻ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അന്വേഷണം 2019 ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രമാവരുത്. 2017 അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ മുതൽ നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് വരെയുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ CBI ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് വേണം തീരുമാനമെടുക്കാൻ.